നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16, 2026 വെള്ളി. അങ്ങനെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ നഷ്ടത്തിന് ശേഷം ഇന്ന് വീണ്ടും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി തൽഫലമായി ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിലും കൂടാതെ ഇന്ന് ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് മാർക്കറ്റിന്റെ ആദ്യഘട്ടത്തിൽ അതിശക്തമായ നേട്ടം കൈവരിക്കും സാധിച്ചെങ്കിലും നിഫ്റ്റിക്കൊക്കെ ഇന്ന് ഏകദേശം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് 200-ലേറെ പോയിന്റുകളുടെ നേട്ടത്തിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനായില്ല. നേരിയ നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്നത്തെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രവുമല്ല നിഫ്റ്റിക്ക് 25,662 എന്ന ലെവലിലായിട്ട് ബുധനാഴ്ച ക്ലോസിംഗ് ലെവലിന് മുകളിൽ നിന്നും സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായി 25,873 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോയെങ്കിലും 28 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടി 25,694 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഇന്നത്തെ ഡേ ഹൈയിൽ നിന്നും 700 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും 187 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും അതിന്റെ സൈക്കോളജിക്കൽ ലെവലായ 60,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 515 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഈ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1311 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1587 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, വിപ്രോ, ശ്രീറാം ഫൈനാൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ സിപ്ല, സൺഫാർമ, HDFC ലൈഫ് ഇൻഷുറൻസ്, ഇറ്റേണൽ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. നിഫ്റ്റി IT, ഫിനാൻഷ്യൽ, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫാർമ, ഡിഫൻസ് തുടങ്ങിയ മേഖലകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ബുധനാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഏകദേശം 45 പൈസയുടെ നഷ്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് തൽഫലമായി 90.74 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായത്. ആഭ്യന്തര പ്രതിരോധ സ്ഥാപനങ്ങളിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് നിയമങ്ങൾ ലഘൂകരിക്കുവാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻഫോസിസിന്റെ സ്ട്രോങ് ആയിട്ട് വന്ന Q3 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ IT സെക്ടറുകൾക്ക് തീപിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് തന്നെ 1263 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി അഥവാ 3.34% നേട്ടത്തോടു കൂടിയിട്ട് 39,086 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റി IT ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. കൂടാതെ ഇന്നലെ ഇൻഫോസിസ് ADRന് 2% ഇടിവ് ADR സ്റ്റോക്സിൽ നേരിട്ടപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഫോസിസിന് 5.63% നേട്ടവും കൈവരിക്കുവാനായി. കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി അതിൽ ഇൻഫോസിസ്, ഒറാക്കിൾ ഫിൻസർവ്, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 5% നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് ഇന്ന് അയവ് വന്നതിനെ തുടർന്ന് BEL, മസ്കോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ 2% ഇടിവും ദൃശ്യമായി. ഇനി നമ്മുടെ മാർക്കറ്റിന് വലിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. അത് നിലനിർത്താനായില്ലെങ്കിൽ കൂടിയിട്ടും ആദ്യമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇൻഫോസിസിന്റെ Q3 ഏർണിംഗ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈങ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. മാത്രവുമല്ല ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 2 സ്റ്റോക്കുകളെ മാറ്റി നിർത്തിയാൽ, അതായത് HCL ടെക്കിനെയും TCSനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റോക്കുകൾക്കും 2% മുതൽ 6% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ
ഇന്ത്യൻ IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുക തന്നെ ഉണ്ടായത്. ഇന്നലെ US മാർക്കറ്റിൽ 2 ട്രേഡിംഗ് സെഷനിലെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം S&P 500നും നാസ്ഡാക്കിനും അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലും പൊതുവെ പോസിറ്റീവായിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായി തന്നെ മാറുകയും ഉണ്ടായി. ഇന്ത്യ US ട്രേഡ് ഡീൽ നെഗോസിയേഷൻ ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചതിനെ തുടർന്നുണ്ടായ പ്രതീക്ഷയും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായി മാറി. കൂടാതെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നാളെ HDFC ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q3 ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് HDFC ബാങ്ക്, ICICI ബാങ്ക്, IDIB ബാങ്ക്, യെസ് ബാങ്ക് ഷെയറുകളിൽ ഉടലെടുത്ത സ്ട്രോങ് ബൈയിങ്ങും ഇന്ന് ബാങ്ക് നിഫ്റ്റിയെയും അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഇന്ന് ബാങ്കിംഗ് സെക്ടറുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ്ങും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. എങ്കിലും ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q3 ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്നത്തെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ചോർന്നു പോകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ഇതിലേക്ക് നയിച്ചത് പ്രധാനമായും 3 കാരണങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയും പിന്നീട് നാളെ HDFC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ ഇന്ന് മാർക്കറ്റ് 2 ട്രേഡിംഗ് സെഷന് ശേഷം അതിശക്തമായ നേട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പറ്റിയ ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ മുതലെടുത്തതും നമ്മുടെ മാർക്കറ്റിന്റെ ഇന്നത്തെ നേട്ടത്തിന് മങ്ങലേൽപ്പിക്കുവാൻ തന്നെ കാരണമായി. ഇതിനു പുറമെ ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റും ഒരേപോലെ കാത്തിരുന്ന US പ്രസിഡന്റ് ട്രംപിന്റെ അഡീഷണൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിധി US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും മാറ്റിവെക്കപ്പെട്ടതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. കാരണം നമ്മൾ ബുധനാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഈ വിധി മാറ്റിവെക്കപ്പെട്ടത് മാർക്കറ്റിനെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതാണ് മാർക്കറ്റിനെ തളർത്തുന്നതിൽ മറ്റൊരു കാരണമായി തന്നെ മാറുകയുണ്ടായത്. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റിന് അംഗീകരിക്കാൻ സാധിക്കും. എന്നാൽ അനിശ്ചിതത്വം മാർക്കറ്റിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ഘടകമായതിനാൽ തന്നെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിധിയുടെ മാറ്റിവെക്കൽ മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വീണ്ടും തകർക്കുവാനിടയാക്കി. കൂടാതെ ദിനം പ്രതി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടരുന്ന സെല്ലിങ്ങും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റൊഴിഞ്ഞതും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ദോഷകരമായി തന്നെ ബാധിച്ചു. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് വലിയ കുതിച്ചുചാട്ടം നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും അവ നിലനിർത്തുവാൻ സാധിക്കാതെ പോകാൻ ഇടയാക്കിയതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 106 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ, ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $64.41 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.81 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4606.72 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബിർള ഓപ്പസ് പെയിന്റ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ശ്രീ സച്ചിൻ സഹായിയെ നിയമിക്കുകയുണ്ടായി. L&T മൈൻട്രി AI പവേർഡ് ടാക്സ് പ്രോഗ്രാമിനായി 3000 കോടി രൂപയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൽ നിന്ന് പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. L&T കമ്പനിക്ക് 2500 കോടി രൂപ മുതൽ 5000 കോടി രൂപ മൂല്യം വരുന്ന പുതിയ വലിയ ഹൈഡ്രോ കാർബൺ ഓർഡർ ലഭിക്കുകയുണ്ടായി. സൂരജ് ലിമിറ്റഡ് 1.5 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജനുവരി
ജനുവരി 23, 2026 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. ഭാരത് ഫോർജ് ആളില്ലാത്ത വിചിത്ര സംവിധാനങ്ങൾക്കായി കമ്പനിയുടെ എയറോസ്പേസ് വിഭാഗം 300 കോടി രൂപയുടെ കരാറുകൾ നേടിയെടുത്തു. പിരമൽ ഫാർമ 28 ജനുവരിക്ക് കമ്പനിയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട് ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻഫിനിയം ഫാർമച്ചം കോൺട്രാസ്റ്റ് മീഡിയ അസംസ്കൃത വസ്തുക്കൾക്കായി ഒരു പുതിയ പ്ലാന്റ് കമ്പനി തുറക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.